ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു വറുത്തരച്ചൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കിയല്ലോ. അതിനാദ്യം വേഗം തേങ്ങയൊക്കെ പൊളിച്ച് സെറ്റാക്കി നമ്മൾ ചിരവാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് തേങ്ങയൊക്കെ ചിരവിയതിന് ശേഷം മാറ്റി വെച്ച് നമ്മൾ മീനൊക്കെ കഴുകി അതിലേക്ക് ആവശ്യമുള്ള തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മൾ ആദ്യം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിരവിയ തേങ്ങ വറുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഗൈസ്. അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുക. പിന്നെ നന്നായി ചൂടായതിന് ശേഷം തേങ്ങ അതിലേക്കിട്ട് തീയിൽ നന്നായി വറുത്തെടുക്കുക. നന്നായി കരിഞ്ഞു പോവാതെ വറുത്തതിന് ശേഷം മാറ്റി വെച്ചിട്ട് വേണം കേട്ടോ. പിന്നെ മുളക് പൊടി, ഫിഷ് മസാല, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വറുത്തെടുക്കുക. അപ്പോൾ അതൊക്കെ വറുത്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ച് ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരിച്ചിരി ഉലുവ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച തക്കാളിയും പച്ചമുളകും അതിലേക്ക് ഇടുക. പിന്നെ നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക. അതൊന്ന് നന്നായി വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റാം. പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടി, മല്ലിപ്പൊടി, ഫിഷ് മസാല ഇട്ട് നന്നായി ഇളക്കുക. അപ്പോൾ അത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയോ ഇച്ചിരി ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒഴിച്ച ആ കപ്പിൽ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഗൈസ് ഞാൻ ഒഴിച്ചത്. അത് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വെച്ച മീൻ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇടുക. പിന്നെ നമ്മൾ 2 പീസ് അതിന് ആവശ്യത്തിന് പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളിയും കൂടി ഇട്ട് നന്നായി തിളപ്പിക്കുക. പിന്നെ നമ്മുടെ താരമായ വറുത്തരച്ച് വെച്ച തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് നന്നായി തിളപ്പിക്കുക. തിളപ്പിച്ചത് എൻ്റെ അടുപ്പിൻ്റെ സൈഡ് ഫുള്ളും തിളച്ച് മറിഞ്ഞിട്ട് ഗൈസ്. പിന്നെ അതൊക്കെ കഴിഞ്ഞാലും പിന്നെ കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ തണുക്കുമ്പോഴത്തേക്ക് നല്ല കളറൊക്കെ മാറി നമ്മുടെ കല്യാണി ചേച്ചി വെക്കുന്ന പോലത്തെ മീൻകറി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ചേച്ചിയുടെ കണ്ടിട്ടാണ് ഞാനിതിങ്ങനെ വറുത്തരച്ചൊരു മീൻകറി വെച്ചത്. അപ്പോൾ ചേച്ചീൻ്റെ അത്ര ആയില്ലെങ്കിലും നമ്മൾ ആവുന്നത് വരെ ശ്രമിക്കും. അപ്പോൾ നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനൊരു പിടി പിടിക്കാൻ കേട്ടോ ഗൈസ്. അപ്പോൾ അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റാ.